ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ? സ്റ്റാർ, ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ. ഇന്ന് ഇതെല്ലാം നമ്മൾ ക്രാഫ്റ്റ് വർക്കായിട്ട് ചെയ്യും. സോ ആദ്യം തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ക്രാഫ്റ്റ് പേപ്പർ വാങ്ങാൻ കിട്ടും, അത് വാങ്ങുക. ഇതേപോലെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വാങ്ങുക. ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ ഒരു കോൺ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു വെട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കോണാക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ എളുപ്പത്തിലൊന്ന് ചുറ്റിയെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ചുറ്റിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന രീതിയിൽ കോൺ ഷേപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിയെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തെടുക്കണം. എന്താണെങ്കിലും നമുക്ക് കോൺ ഷേപ്പ് വേണം. അങ്ങനെ ഞാൻ ആ ഷേപ്പ് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് പച്ച കളറുള്ള ക്രാഫ്റ്റ് പേപ്പറാണ്, ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതൊരു സ്കെയിൽ വെച്ചിട്ട് ഓരോ കറക്റ്റ് അളവിന് വെട്ടിയെടുക്കണം. അങ്ങനെ ഞാനിതിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്, അത് ഒരേ ഷേപ്പിലും സൈസിലും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അങ്ങ് അറ്റം വരെയും കട്ട് ചെയ്ത് പോവാം. പക്ഷെ മൊത്തത്തിൽ കട്ട് ചെയ്യരുത്, കുറച്ച് മാത്രം കട്ട് ചെയ്യുക. കാരണം നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോൺ ഷേപ്പിലേക്ക് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം നമ്മൾ താഴെയിൽ നിന്ന് മേളിലേക്ക് റൗണ്ടായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചരിവൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല. എല്ലാ ക്രിസ്മസ് ട്രീയും ഒരുപോലെ ഇരിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ വിഷയമില്ല. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് കുറച്ച് കളർ ക്രാഫ്റ്റ് പേപ്പേഴ്സ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ട്രീയിലേക്ക് റാൻഡമായിട്ട് ഇതെല്ലാം ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കിതിലേക്ക് സ്റ്റാർ വേണം. അപ്പം നമുക്ക് സ്റ്റാർ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മഞ്ഞ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ട് നമുക്കതിലേക്ക്
അടിച്ചു കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിക്ക് റെഡ് കളർ കൊടുക്കാം. ഞാൻ കറക്റ്റായിട്ട് അതൊരു ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെല്ലോ ടേപ്പ് എടുത്ത് വെച്ച് ഒട്ടിക്കുന്നത്. അതാകുമ്പം കറക്റ്റ് അത്രയും ഭാഗത്ത് മാത്രമേ നമ്മുടെ കളറ് ആവത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് കളർ അടിക്കുമ്പം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് റെഡ് കളർ കൊടുക്കുകയാണ്. ഇനി സ്പോഞ്ച് വെച്ചിട്ട് അതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കളർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് സെല്ലോ ടേപ്പ് ഊരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ കളർ കൊടുക്കാം. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖത്തിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിൻ കളർ യൂസ് ചെയ്യാം. അതിനു മുമ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഞാനത്. ഇത് ആൽക്കഹോൾ മാർക്കേഴ്സാണ്. ആ മുഖം ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സ്കിൻ കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. പിന്നീട് അപ്പൂപ്പൻ്റെ കണ്ണുകൾ വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പിരികത്തിനായിട്ട് 2 വൈറ്റ് ആണ് വേണ്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിരികത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒന്ന് വരച്ച് ബ്ലാക്ക് കളർ വെച്ചൊന്ന് ഔട്ട്ലൈൻ കൊടുത്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ഞി എടുത്ത് വെച്ചിട്ട് അപ്പൂപ്പൻ്റെ താടിയും തൊപ്പിയിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പൂപ്പൻ്റെ വായൊന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പൂപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് കൂടെ ചെയ്തേക്കണേ, കുറച്ച് പേർക്ക് ഷെയറും ചെയ്യുക. സോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മൾ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് റൂം ഡെക്കറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ.